ഇന്ന് പറയാൻ പോകുന്നത് ടൈം മാനേജ്മെന്റിനെ കുറിച്ചാണ്. നമ്മൾ പലപ്പോഴും പറയുന്നതും ഏതൊരു പ്രായത്തിലും നമ്മളൊരു ഡയലോഗായിട്ട് പറയുന്നതാണ് 24 മണിക്കൂറുണ്ട് എല്ലാവർക്കും. അനക്കതെന്താ പോരെ? ഈ എന്തുകൊണ്ട് അനക്കത് ചെയ്യാൻ പറ്റാത്തത്? ഈ രീതിയിലൊക്കെ ചോദിക്കും. പക്ഷേ നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ആ സമയം തികയാത്തൊരവസ്ഥ വരാറുണ്ട് അല്ലേ? ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ടൈമിനെ മാനേജ് ചെയ്യാൻ പറ്റണം എന്നല്ല. അതിനാണ് എന്ത് പറയാം? ടൈം മാനേജ്മെന്റ് എന്നുള്ളത്. ഇനി നമ്മൾ ടൈമിനെ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടൈം മാനേജ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം, അതായത് ഒരു ടൈമിനെ നമ്മൾ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്നുള്ളതൊന്ന് നോക്കാം. നമുക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമാണ് എന്താ പറയുക? സ്ട്രെസ്സ്. അതായത് ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ടെൻഷന്, സ്ട്രെസ് ഉണ്ടാവും. ഇതിനെ കുറയ്ക്കാൻ നമ്മൾ കൃത്യമായിട്ടൊരു സമയത്തിനെ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ കാര്യം ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഫുഡ് കഴിക്കാൻ 10 മിനിറ്റ്, കുളിക്കാൻ 10 മിനിറ്റ്, ഇപ്പം പുസ്തകങ്ങൾ വായിക്കാനാണെന്നുണ്ടെങ്കിൽ റീഡിംഗ് ആണെന്ന് വിചാരിക്കുക. ഇനി എന്തോ ആയിക്കോട്ടെ കേട്ടോ, ഇതിൻ്റെ ഭാഗമായിട്ടുള്ള എന്തോ ആയിക്കോട്ടെ. പഠനം എന്ന് മാത്രമല്ല, ജോലി ആയിക്കോട്ടെ, ഇനി എന്തെങ്കിലും നമ്മളൊരു എൻജോയ്മെൻ്റ് ആയിക്കോട്ടെ. ഇതിനൊക്കെ ഒരു സമയത്തിന് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നായിരിക്കും എല്ലാവരും ചോദ്യം. ഡിവൈഡ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ ഇമ്പോർട്ടൻസ് ഏതിനാണോ നൽകുന്നത്, അല്ലെങ്കിൽ പ്രയോറിറ്റി ഏതിനാണോ നൽകുന്നത്, അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ കുളിക്കാൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യൂല, ഇല്ലല്ലോ. പക്ഷെ നമ്മൾ മൊബൈൽ കളിക്കുന്നതോട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യും. എന്ന് വെച്ചാൽ അവിടെ ഒരു എൻജോയ്മെൻ്റ് ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഈ സമയം എന്ന് പറഞ്ഞൊരു അതിർത്തി നമ്മൾ എന്ത് ചെയ്യില്ല, നിർണ്ണയിക്കില്ല. അപ്പം നിശ്ചയിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനും എന്ത് ചെയ്യാൻ പറ്റും? മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ പഠന കാര്യത്തിൽ നമുക്ക് ടൈം മാനേജ്മെൻറ്റ് നമുക്ക് പറ്റാറില്ല. അതെന്താ ചോദിച്ചാൽ നമുക്കത് അത്ര എൻജോയബിൾ അല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ടൈമിനെ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അത് നിങ്ങൾ ഈ 24 മണിക്കൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഡയലോഗൊക്കെ ഇല്ലേ, അതൊക്കെ അങ്ങട് പോകും. കാര്യങ്ങളാണ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളെ സ്ട്രെസ്സ് കുറയും. കാര്യങ്ങളൊക്കെ വൃത്തിയിൽ നിങ്ങൾ വിചാരിക്കുന്ന സമയത്തിന് മുന്നേ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതെന്താ പറയുക, ഇത് പുറത്ത് നിൽക്കുന്നവർ ഇതൊന്നും ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ച് ഇതൊന്നും നടക്കൂല എന്നുള്ള അങ്ങനെയാണ് എന്ത് ആ മനസ്സിനെ നമ്മൾ എന്ത് ചെയ്തു പഠിപ്പിച്ചിട്ടുണ്ടാവുക. പക്ഷെ നിങ്ങളൊന്ന് ഒന്ന് ഒരു കാര്യത്തിലേക്ക് ഒരു സ്റ്റെപ്പ് വെച്ച് ഇറങ്ങി നോക്കൂ, നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റും. അതേപോലെ സമയം, ആ സമയത്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഏതിൻ്റെയും ഒരു സമയം മാനേജ് ചെയ്യാനുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്കവിടെ ഒരു ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സാധനം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പഠനം ആയിക്കോട്ടെ, എന്താണെങ്കിലും നമ്മൾ ചെയ്യുന്നത് സമയത്തിനെ മാനേജ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചെയ്യുമ്പോണ്ടല്ലോ ആ എഫേർട്ട് ഇടുന്നത്, അതിന് റിസൾട്ട് നല്ലപോലെ നമുക്ക് കിട്ടും. പിന്നെ അതേപോലെ ടൈമിനെ മാനേജ് ചെയ്യുന്ന വേറൊരു ഗുണം കേട്ടോ. നിങ്ങൾ തന്നെ അറിയാലോ, ഒരാൾ 6 മണിക്കൂർ, 7 മണിക്കൂർ, 8 മണിക്കൂറൊക്കെയാണ് ഡെയിലി ഉറങ്ങേണ്ടത് അല്ലേ? ഇത് നമ്മൾ ടൈമിനെ മാനേജ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഉറക്കം എപ്പോഴാണ്? രാത്രി 2 മണി മുതൽ നമ്മൾ ഉറക്കം വരിക ചിലപ്പം 6 മണി അല്ലെങ്കിൽ 7 മണി. ഈ സമയമൊക്കെ എന്താണ്, നമുക്ക് ഉറക്കം കിട്ടുന്നില്ല, നമ്മളെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അതായത് ടൈമിനെ മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? നമ്മളെ കാര്യങ്ങളൊക്കെ എന്താ ഇടങ്ങേറിലാവും ചെയ്യും. നമുക്ക് ആ കാര്യങ്ങളൊന്നും ചെയ്യാനും പറ്റില്ല. നമുക്ക് റെസ്റ്റ് കിട്ടുമോ? അതില്ല. നമുക്ക് നല്ലൊരു ജീവിതം കിട്ടുമോ? അതില്ല. സ്ട്രെസ് ഉണ്ടോ? സ്ട്രെസ് ഉണ്ട്. അതേപോലെ കൃത്യസമയത്തിന് ഒരു കാര്യം ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ടോ? അതില്ല. പഠനങ്ങളിൽ കാര്യങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ട്, അതൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുക. നിങ്ങളെന്നാ നോക്കി വെച്ചോളി, അവിടെ നിങ്ങൾക്ക് നഷ്ടമായത് നിങ്ങളെ ടൈമിനെ മാനേജ് ചെയ്യാൻ കഴിയാത്ത കാര്യം. അതിനെ നിങ്ങൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ നിങ്ങളെക്കൊണ്ട് കഴിയുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളെ എല്ലാ കാര്യങ്ങളും പക്കാ കാര്യങ്ങളായിട്ട് അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ പലപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്, അല്ല ഇതൊക്കെ ഇപ്പം എങ്ങനെ നടക്കുമോ എന്നുള്ളത്. നടക്കും. അതിനാണ് നമ്മൾ പറയുന്ന പേര് ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ളത്. ഇത് നമ്മൾ പലപ്പോഴും ഷെഡ്യൂൾ ചെയ്യണത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ ഒരു കല്യാണം ഉണ്ടെന്ന് വിചാരിക്കുക.
ശരിക്കും നമ്മളത് മനസ്സിൽ പറയുന്നില്ല എന്നുള്ളൂ. നമ്മൾ ശരിക്കും അത് ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഞായറാഴ്ച നമുക്ക് കല്യാണമാണെന്ന് വിചാരിക്കുക. ഈ കല്യാണത്തിന് നമുക്കറിയാം 12 മണിക്ക് പോയിട്ട് 2 മണി അല്ലെങ്കിൽ 1:30 ആകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റും എന്ന് വിചാരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അതെന്താണ്? ഇതാണ് സത്യം പറഞ്ഞാൽ ഷെഡ്യൂൾ ചെയ്യുന്നത്. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ഫുട്ബോൾ കളിക്കാൻ ഒരു ടർഫുണ്ട്. ടർഫിലേക്ക് 2 മണിക്ക് പോകുന്നു, അല്ലെങ്കിൽ 4 മണിക്ക് പോകുന്നു, 5 മണിക്ക് പോരുന്നു. ഇതാണ് ശരിക്കും ഷെഡ്യൂൾ ചെയ്യുന്നത്. പക്ഷേ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ വേറൊരു കാര്യമുണ്ട്. ആ ദിവസത്തിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. അതായത് കല്യാണം ടർഫും അന്ന് തന്നെ വിചാരിച്ചു നോക്കി. അന്ന് 12 മണിക്ക് പോകുന്നു, 2 മണിക്ക് കല്യാണം കഴിഞ്ഞ് വരുന്നു, 4 മണിക്ക് ടർഫിലേക്ക് പോകുന്നു, 5 മണിക്ക് വരുന്നു. ഈ രീതിയിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ഔട്ട്പുട്ട് ഓരോ ദിവസവും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം രാവിലെ നിങ്ങൾ ചെടിയൊക്കെ നടുന്ന അല്ലെങ്കിൽ ചെടിയൊക്കെ സംരക്ഷിക്കുന്ന ഒരാളായി വിചാരിക്കുക. നിങ്ങൾക്ക് 10 മിനിറ്റ് ചെടി നനയ്ക്കാൻ നമുക്ക് ഡെയിലി നിങ്ങൾ തന്നെ നോക്കിയാൽ മനസ്സിലാവും. നമുക്ക് ഒന്നിനും സമയം ഉണ്ടാവില്ല അല്ലേ? പക്ഷേ നിങ്ങളത് ഷെഡ്യൂൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ 6 മണിക്ക് എണീക്കുന്നു. ഷെഡ്യൂൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 6 മണിക്ക് നിങ്ങൾ എണീക്കും. നിങ്ങളെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പ്രഭാത കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട്, അതേപോലെ നിങ്ങൾ ഫുഡ് കഴിക്കാനാണെങ്കിൽ ഒരു 8 ടു 9 8:30 നിങ്ങൾ ഫുഡിന് കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ. അതുപോലെ ഒരു 20 മിനിറ്റ് കുളിക്കാനാണെങ്കിൽ അങ്ങനെ. ഇങ്ങനെ നിങ്ങൾ അത് കഴിഞ്ഞിട്ടാണ് ചെടി നനയ്ക്കാനാണെങ്കിൽ 10 മിനിറ്റ് കൊടുക്കുക. അപ്പോൾ 9 മണിയായി. പിന്നെ 9 ടു 10 അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പഠനത്തിലാണെങ്കിലും ഇനി അല്ല മറ്റ് ജോലിയിലാണെങ്കിലും അത്. ഈ രീതിയിൽ നിങ്ങൾ കറക്റ്റ് ഷെഡ്യൂൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഒരു ഗുണം? നിങ്ങൾ ഒരു ദിവസത്തിലെയും ഒരു കാര്യങ്ങളും മിസ്സാവില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിങ്ങനെ വീണ്ടെടുക്കാനും പറ്റും. മാത്രമല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് തന്നെ അറിയാമല്ലോ, ഒരു ഡെയിലി ലൈഫിൽ നമുക്ക് ഒരു കാര്യം ചെയ്തിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ വേണം. അതായത് അത് ചെയ്ത് തീർത്തല്ലോ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ടൈം മാനേജ്മെൻറ്റിൽ എന്ത് ചെയ്യണം? നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റണം. അത് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സക്സസ് ആവും. അത് എൻ്റെ ഉറപ്പാണ്. കാരണം നമ്മൾ എന്നും മറന്നു പോകുന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? മനുഷ്യന്മാരാണ്, നമ്മൾ പലപ്പോഴും മറന്നു പോകും. പക്ഷേ ഈ മറവിനേക്കാളും അപ്പുറം നമുക്ക് ഈ ചെയ്തെടുക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ, അതായത് അതായത് അതിനൊരു ട്രിക്ക് ഉണ്ട്. നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടാവും ഫോൺ അല്ലേ? അപ്പം ആൻഡ്രോയിഡ് ഫോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ കലണ്ടർ ഉണ്ടായില്ലേ അല്ലേ? അപ്പം പലപ്പോഴും ഓരോ ആൾക്കാർ നമ്മളോട് പറയുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യില്ല, അതിനെ ഓർത്തെടുക്കില്ല, അല്ലെങ്കിൽ മറന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഈ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ത്? നമ്മളെ കലണ്ടർ ഉണ്ടാവും അല്ലേ? നമ്മളെ ഗൂഗിളിൻ്റെ കലണ്ടർ ഉണ്ടാവും നമ്മളെ മൊബൈലിൽ. ആൻഡ്രോയിഡ് ഫോണിലൊക്കെ ആനുണ്ട്. എന്നിട്ട് അതിലെന്ത് ചെയ്യാൻ പറ്റും? ഓരോ ഡേറ്റിൽ മേലെ ഒന്നും കൂടി നെക്കി കഴിഞ്ഞാൽ 4, 5, 6, 7, 8 എന്നൊക്കെ പറഞ്ഞ ടൈം അതിൽ കാണാം. അതിലെന്ത് ചെയ്യാം? നമുക്ക് ടൈപ്പ് ചെയ്ത് വെച്ചാൽ നമ്മളെ മൊബൈൽ എന്ത് ചെയ്യും? നമ്മളെ റിമൈൻഡ് ചെയ്യും. നമ്മളെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ഇപ്പോൾ നമ്മൾ കിടക്കുന്ന ശരിക്കും നമ്മളെ മൊബൈലായിരിക്കും. പക്ഷേ മൊബൈലിനെ കൊണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പണിയെടുപ്പിക്കാം, ഓർമ്മിപ്പിക്കാം. ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും? പക്കാ പെർഫെക്റ്റ് ആവാൻ പറ്റും. അപ്പം ചെയ്യുമ്പോൾ നമുക്കൊരു ഗുണം വേണം. അതേപോലെ അത് ചെയ്യുന്നതുകൊണ്ടൊരു കാര്യം നല്ലപോലെ ഉണ്ടാവണം. അല്ലാതെ വെറുതെ ചുമ്മാ ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കുറ്റബോധം ഉണ്ടാവും. നമ്മളത് ചെയ്യൂല. നമ്മളെ കൊണ്ടത് തീർക്കാനോ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനോ സക്സസ് ആവാനോ പറ്റില്ല. അങ്ങനെയല്ലല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്ന ലൈഫിൽ. സക്സസ് ആവണം, ലൈഫ് കാര്യങ്ങളൊക്കെ ഒന്ന് ബെറ്റർ ആക്കണം, ഇതൊക്കെ അല്ലേ? അപ്പോൾ ഈ രീതി ചിന്തിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യണം? ടൈമിനെ മാനേജ് ചെയ്യുക, നല്ലപോലെ ഷെഡ്യൂൾ ചെയ്തിട്ട് ഓരോ ദിവസവും എന്ത് ചെയ്യുക? നല്ല രീതിയിൽ മുന്നോട്ട് പോകുക.